കേരളത്തിലെ ജനങ്ങളെ കേൾക്കൂ, കാണൂ, എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞു വന്ന LDFിൻ്റെ സ്ഥാനാർത്ഥികൾ മാട്ടൂലിൽ പറഞ്ഞിരിക്കുന്നത് മാറ്റമുണ്ടാവട്ടെ, മാട്ടൂല് കുതിക്കട്ടെ. അങ്ങനെയെന്ന് നമ്മ കണ്ട ഇബ്രാഹിം കുട്ടി, ആജി കക്കച്ചി, എല്ലാ ആജിക്കാം, എല്ലാ KP അഷ്റഫ്ക്ക, ഈ പ്രായത്തിൽ ഇങ്ങക്ക് ആരാന്നാക്കാൻ പോകാനാണ്? പിന്നെ ഹബീബ് നേരെ നോക്കുന്നില്ലല്ലോ. പിന്നെ ആരാന്ന്? വിമല M, അതോ പ്രായം അതിനപ്പുറം K സുനീത, ഇതെല്ലാം എടുത്ത മുബീന സിറാജും ഉണ്ട്. ലക്ഷ്മണൻ C, കണ്ണ് നേർക്ക് തുറക്ക് സാറേ. ഇങ്ങനെല്ലാം ആദ്യം പറഞ്ഞ് ഒരു CM വന്നിട്ട് പറഞ്ഞ്, ക്യാപ്റ്റൻ വന്നിട്ട് പറഞ്ഞ് LDF വരും, എല്ലാം ശരിയാകും. ശരിയായി. എന്താ ശരിയായത്? ഇങ്ങ കൊണ്ടുപോയിപ്പല്ലോ. അമേരിക്കയിൽ CMന് വന്ന അസുഖം അമേരിക്ക പോയിട്ട് ചികിത്സിച്ച് കഴിഞ്ഞാൽ ആ രോഗം വന്നോ ഈ നാട്ടിൽ നിന്ന് മരിക്കണോ? നിങ്ങൾ ഈ പ്രായമില്ല മനുഷ്യന്മാർ എന്ത് ചെയ്യാനാണ്? ആ ചങ്ങായിക്ക് തന്നെ ഹിന്ദി നേർക്കറിയില്ല. ഒരാൾ എയിംസ് തൃശ്ശൂർ വരുമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഞാൻ തന്തൊക്കെ പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് ഇങ്ങനെയല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ശരിയാല്? ഇബ്രാഹിം കുട്ടിക്ക എന്താണ് പ്രായം? KP അഷ്റഫ്ക്ക എന്താ നിങ്ങൾക്കെല്ലാം പറ്റിയേ? ഇവർക്ക് വേണ്ടി നിൽക്കാൻ വേണ്ടിയിട്ട് വേറെ പണിയൊന്നുമില്ല. ഇവർക്ക് ഇതന്നില്ല, എന്തില്ല, മതങ്ങളില്ലാന്ന് അബുദാബിയിലെ ഒരാൾ നാട്ടിൽ വന്നേരം കണ്ടതാന്ന്. നമ്മൾക്ക് അങ്ങനത്തെ വിശ്വാസങ്ങളൊന്നുമില്ല, പഠിച്ചവനുമില്ല, ദൈവങ്ങളുമില്ല, ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എന്നിട്ട് VS സഞ്ജയൻ സാറ് മറ്റേ ആകാശത്തേക്ക് ടാറ്റ ആട്ടിയിട്ട് പോകുന്നാണ്ട് ഇങ്ങോട്ടിന് ആകെ ഇതായല്ല. തട്ട ആളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം പറയുന്നത്. മുസ്ലിങ്ങളൊന്നും ഇനി ഇല്ല, മുസ്ലിങ്ങളും ഇല്ല, ഹിന്ദുക്കളും ഇല്ല, ക്രിസ്ത്യാനികളും ഇല്ല. കപട വിശ്വാസിയും കപട സ്നേഹികളും ചോരയുടെ ആക്രമണത്തിൻ്റെ നാമധാരികളല്ലാന്ന് നാട്ടിൽ. അതിൽ കുറച്ച് നല്ല ആൾക്കാർ, വോട്ടും ഇല്ല, സിറ്റിസൺഷിപ്പും ഇല്ല, ഇങ്ങനെ പണിക്കും പോന്ന് ഓരോ കാര്യത്തിന് നടക്കുന്നു. പരേഡിലും ഇല്ല, മൈതിരി കത്തിക്കാനും ഇല്ല, മറ്റേ അല്ലാ ബാബ ബടിയെടുത്തിട്ട് റോട്ട് വന്ന് ഡാൻസ് കളിക്കാനും ഇല്ല. അങ്ങനെ കുറച്ചാൾക്കാരുള്ള നാട്ടിൽ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട. നിങ്ങളങ്ങാട്ടി കൂടുതലാണ് ആ ജനങ്ങൾ. നിങ്ങൾ ആകെ കാണുന്ന എത്ര സീറ്റുള്ള ആ സീറ്റിലെ ജനങ്ങൾ മാത്രമേ ഉള്ളൂ. മേലോട്ട് വെടിവെച്ചാൽ ഓടുന്ന കുറേ എണ്ണവും മലയാളി. ഒരാൾ സയൻറ്റിസ്റ്റ് അല്ലാണ്ട് ചന്ദ്രനിലേക്ക് പോകുന്നുണ്ട്, അതും മലയാളി.